കഴിഞ്ഞ ദിവസം ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഒമാൻ മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഫ്രഷാണ് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ചാളയുടെ ആ ഒരു രുചിയൊന്നും ഈ ഒമാൻ മത്തിക്കില്ല. എന്നാലും നമുക്കൊരു ചാള എന്ന് പറയുന്നത് നമ്മുടെ കേരളീയർക്കൊരു വികാരം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ മത്തി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കറി വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു 10-15ഓളം ചെറിയ ഉള്ളിയെ കീറിയിട്ടുള്ളതാണ്, ഒരു 4 പച്ചമുളക് നടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളിയെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്, 3-4 വെളുത്തുള്ളി നടുകെ പിളർന്നതാണ്, ഒരു കഷ്ണം ഇഞ്ചിയെ ചതച്ചെടുത്തിരിക്കുന്നു, അതുപോലെ 3 കുടംപുളി. കണ്ടോ, ഇത്രയാണ് നമ്മൾ ഈ മത്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കൂടാതെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, ഇത്രയും എടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മീൻകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് അത്, അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞിട്ടുള്ളതാണ്, കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത്, കൂടെ പച്ചമുളകും, ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഉള്ളി ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് വാടി വന്നാൽ മതി, വല്ലാതെ മുരിഞ്ഞു പോണ്ട. അങ്ങനെ ഇത് വാടി വരുന്ന സമയത്ത് ഉള്ളി ഒന്ന് പതുക്കെ നമുക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, മസാലക്കൂട്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിൽ നിന്നും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. കാരണം നമ്മുടെ ഈ മസാല എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അങ്ങനെ ഇത് ചേർത്തിട്ട് നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയുമായിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനെയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കോൽപ്പുളി ചേർത്ത് കൊടുക്കാറുണ്ട്. സാധാരണയായിട്ട് തൃശ്ശൂർക്കാർ കൂടുതലും കുടംപുളി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ കുടംപുളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കുടംപുളിയും ചേർത്തിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ ഒന്ന് ഇളക്കി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. വലിയ മീനായതുകൊണ്ട്, വലിയ ചാളയായതുകൊണ്ട് ഞാനിതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മീനിൽ ഇങ്ങനെ ഉപ്പും പുളിയൊന്നും പിടിച്ചില്ല എന്നുള്ളൊരു തോന്നൽ വരും. നമ്മുടെ സാധാരണ നാട്ടിലെ ചാളയാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് വലിയ ചാളയാണല്ലോ, അപ്പോൾ അതിൽ എന്തോ ഒരു ടേസ്റ്റ് കുറവ് പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. മീൻ മുഴുവനോട് കൂടി ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടാവുന്നതാണ്. ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പെരുംജീരകം കൂടിയാണ്. ഈ പെരുംജീരകവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മഷി പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരമായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം.
നമ്മുടെ ചെറിയ തീയിലിട്ടാണ് ഇത് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ചും കൂടി തീ കൂട്ടിയിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ നേരത്തെ നമ്മൾ പെരുംജീരകവും കുരുമുളകും ഒക്കെ ചേർത്ത് അരച്ച തേങ്ങയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരല്പം ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒമാനി മീൻ കറി, അതായത് ഒമാൻ മത്തി കറി ഇവിടെ റെഡിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഇത് മുളകിട്ട് ചാറ് വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ നാടൻ ചാളയുടെ രുചി അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് വറവ് തയ്യാറാക്കി ഒഴിക്കാം. നമ്മൾ ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായി വന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ഇത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരല്പം പെരുംജീരകം, നമ്മൾ ചാള ആയതുകൊണ്ടാണ് ഒരല്പം പെരുംജീരകം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ തൃശ്ശൂർക്കാർ മത്തിക്ക് ചാള എന്ന് പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എപ്പോഴും ചാള ചാള എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെപ്പോഴും പെരുംജീരകം ഈ മത്തി കറി വയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മത്തിക്കൊരു വേറൊരു സ്മെല്ലാണല്ലോ. സാധാരണ മീൻ കറികളെക്കാളും മത്തി നമ്മൾ വറക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ മത്തി കറി വയ്ക്കുമ്പോഴാണെങ്കിലും സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് പക്ഷേ ഏറ്റവും രുചിയുള്ളതും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു മീൻ തന്നെയാണ് മത്തി. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെരുംജീരകം ഉപയോഗിക്കുന്നത് കേട്ടോ. പെരുംജീരകം കറിക്ക് ടേസ്റ്റും കൂടും, അതുപോലെ തന്നെ ഈ ഒരു സ്മെല്ലിന് നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കുന്നതിലും ഒരല്പം പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വറവ് താളിച്ചിടുന്നതിലും ഒരല്പം പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറവ് നമുക്ക് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.